നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് കുറച്ച് സൈക്കോളജിയുടെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ZPD ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈഗോട്സ്കി, ബ്രൂണർ, വൈഗോട്സ്കി, പിയാഷെ, നോം ചോംസ്കി. ഉത്തരം പെട്ടെന്ന് ആലോചിച്ചേ. ഓക്കെ, വീണ്ടും എല്ലാവട്ടവും പറയുന്ന പോലെ ഉത്തരം നിങ്ങൾക്ക് പൗസ് ചെയ്തിട്ട് നിങ്ങൾ ഉത്തരം ആലോചിക്കുക. പിന്നീട് ശേഷം നിങ്ങളത് മനസ്സിൽ പറയുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറിച്ച് വെക്കുക. അതിനുശേഷം ഉത്തരം പറയുമ്പോൾ മാർക്ക് ചെയ്യുക. ഓക്കെ, ശരിയായിട്ടുള്ള ഉത്തരം വൈഗോട്സ്കിയാണ്. ZPD ആരുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വൈഗോട്സ്കിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് സ്വയം ഉത്തരം കണ്ടെത്താൻ ആതിരയ്ക്ക് കഴിഞ്ഞില്ല. അധ്യാപിക ചില സൂചനകളും വിശകലനങ്ങളും നൽകിയപ്പോൾ ആതിര സ്വയം ഉത്തരം കണ്ടെത്തി. ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഏത് മനഃശാസ്ത്ര ആശയവുമായി ബന്ധപ്പെടുത്താം? എ. കണ്ടെത്തൽ പഠനം, ബി. സമീപസ്ഥ വികാസ മണ്ഡലം, സി. മനോവ്യാപാര പൂർവിക ഘട്ടം, ഡി. മാതൃക കാണിക്കൽ. പെട്ടെന്ന് ഉത്തരം പറയുക. സമീപസ്ഥ വികാസ മണ്ഡലം അല്ലെങ്കിൽ ZPD ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യവും ZPDയെ കുറിച്ചുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, ZPDയുടെ പൂർണ്ണരൂപം. ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല, ജസ്റ്റ് പോസ് ചെയ്ത് നിങ്ങൾ നോക്കുക. കാരണം ഞാൻ ഓപ്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മയിൽ നിന്ന് ഓപ്ഷൻ എടുത്ത് കിട്ടും. അതുകൊണ്ട് ജസ്റ്റ് പോസ് ചെയ്ത് ഒന്ന് വായിച്ചു നോക്കിയേരെ. ഓക്കെ, ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ്, ബി. സോൺ ഓഫ് പ്രൊഫഷണൽ ഡെവലപ്മെൻ്റ് എന്നാണ്, സി. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് എന്നാണ്, ഡി. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് എന്നാണ്. സി ആണ് ശരി ഉത്തരം. ഈ ഓഫ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് എടുത്തിരിക്കുന്ന ആൻസർ കീ പ്രകാരം സി ആണ് ശരി ഉത്തരം. അപ്പം 2 സി അത് വന്നത് അവരുടെ മിസ്റ്റേക്കാണ്. സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം സി ആണ്. അപ്പോൾ ഒരു ഓഫേ ഉള്ള സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഉത്തരം സി ആണ്. ഓക്കെ, ഉത്തരം സി ആണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒരു ഓഫേ ഉള്ള അതിവിടെ ശ്രദ്ധിച്ചേക്കണേ. ഓക്കെ, 4 പ്രതിക്രിയാധ്യാപനം. എല്ലാവരും മേഖലയിൽ നിന്നാണല്ലോ ചോദ്യങ്ങൾ. 4 പ്രതിക്രിയാധ്യാപനം ആരുടെ ആശയം? പ്രതിക്രിയാധ്യാപനം ആരുടെ ആശയം? ആരാണ്? കോൾബർഗ്, ബ്രൂണർ, ജീൻ പിയാഷെ, വൈഗോട്സ്കി. ആരുടെ ആശയമാണ്? വൈഗോട്സ്കി. ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാം വൈഗോട്സ്കി റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതെല്ലാം വൈഗോട്സ്കിക്ക് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. സ്ഥിരം പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് ഈ ചോദ്യങ്ങൾ. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് എടുത്ത ചോദ്യങ്ങളാണ്. 5 പ്രശ്നപരിഹരണ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തുക. 5ാമത്തെ ചോദ്യമാണ് പ്രശ്നപരിഹരണ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തുക എന്നുള്ളത്. 1 പ്രശ്നം തിരിച്ചറിയൽ, 2 പ്രശ്നം നിർവചിക്കൽ, 3 അപഗ്രഥനം നിഗമനം, 4 പരികൽപ്പന രൂപീകരിക്കൽ. ഇതിനെ ശരിയായിട്ട് ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. A 1 2 3 4, B 1 3 2 4, C 1 4 2 3, D 1 2 4 3. പെട്ടെന്നൊന്ന് ക്രമപ്പെടുത്തിയാൽ. ഇങ്ങനത്തുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഈ നമ്പർ ക്രമപ്പെടുത്തുമ്പോൾ മാറിപ്പോവല്ലേ, ഉറപ്പ് വരുത്തണേ. പലപ്പോഴും പലർക്കും അത് മാറിപ്പോവാറുണ്ട്. അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഏതാണ് 1ാമത്തെ ഘട്ടം? ഏതാണ്? പ്രശ്നം തിരിച്ചറിയൽ. ഓക്കെ. 2ാമത്തെ ഘട്ടം പ്രശ്നത്തെ നിർവചിക്കൽ. ഓക്കെ. 3ാമത്തെ ഘട്ടം ഏതാണ്? പരികൽപ്പന രൂപീകരിക്കലാണല്ലേ, അതായത് 4 പരികൽപ്പന രൂപീകരണം. അടുത്തത് അവസാന ഘട്ടം അപഗ്രഥനം നിഗമനം. അപ്പം 1 2 4 3 1 2 4 3 എന്നതാണ് ഓപ്ഷൻ. 1 2 4 3 അതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, അടുത്ത ചോദ്യം, വൈഗോട്സ്കിയുടെ സാമൂഹ്യ പഠന സിദ്ധാന്തത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്?
വൈഗോട്സ്കിയുടെ സാമൂഹ്യ പഠന സിദ്ധാന്തത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്? ഓപ്പറൻ്റ് കണ്ടീഷൻ, റെസിപ്രോക്കൽ ടീച്ചിങ് എന്നാണ് അത്. സി കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ഡി ഇൻസൈറ്റ് ലേണിംഗ്. ഓപ്പറൻ്റ് കണ്ടീഷൻ, റെസിപ്രോക്കൽ ടീച്ചിങ്, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ഇൻസൈറ്റ് ലേണിംഗ്. ഇതിനകത്ത് വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട ഏതാണ്? റെസിപ്രോക്കൽ ടീച്ചിങ് ആണ് അല്ലേ? റെസിപ്രോക്കൽ ടീച്ചിങ് ആരാണ്? ഭാഷാ അധ്യാപകർ ഉപയോഗിക്കുന്നതല്ലേ റെസിപ്രോക്കൽ ടീച്ചർ. ഓക്കെ, അടുത്ത ചോദ്യം. തീരുമാനമെടുക്കാൻ പ്രയാസമുള്ള സന്ദർഭങ്ങളിൽ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ചില എളുപ്പമാർഗങ്ങൾ അവലംബിക്കുന്ന രീതിയാണ് എ ഹ്യൂറിസ്റ്റിക്, ബി അൽഗോരിതം, സി അന്തർദൃഷ്ടി പഠനം, ഡി ശ്രമപരാജയ രീതി. തീരുമാനമെടുക്കാൻ പ്രയാസമുള്ള സന്ദർഭങ്ങളിൽ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ചില എളുപ്പമാർഗങ്ങൾ അവലംബിക്കുന്ന രീതിയാണ് ഹ്യൂറിസ്റ്റിക്, അൽഗോരിതം, അന്തർദൃഷ്ടി പഠനം, ശ്രമപരാജയ രീതി. ഏതാണ്? ഹ്യൂറിസ്റ്റിക് രീതി. ഏതാണ്? ഹ്യൂറിസ്റ്റിക് രീതിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഹ്യൂറിസ്റ്റിക് രീതിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്തത് 7ാമത്തെ ചോദ്യം. RM ഗാഗ്നെയുടെ പഠനശ്രേണിയുടെ ഉയർന്ന തലം. RM ഗാഗ്നെയുടെ പഠനശ്രേണിയുടെ ഉയർന്ന തലം. 7ാമത്തെ ചോദ്യമല്ല കേട്ടോ, 8ാമത്തെ ചോദ്യമാണ്. RM ഗാഗ്നെയുടെ പഠനശ്രേണിയുടെ ഉയർന്ന തലം. സംജ്ഞാപഠനം, വചന സാഹചര്യത്വം, തത്വപഠനം, പ്രശ്നപരിഹാരം. ഉയർന്ന തലം ഏതാണ്? ഓക്കെ, പ്രശ്നപരിഹാരമാണ് ഉയർന്ന തലം. ഫസ്റ്റ് തലമാണ് ഇത്, സംജ്ഞാപഠനമാണ് ആദ്യ തലം. ഓക്കെ, അടിസ്ഥാന തലം സംജ്ഞാപഠനവും ഉയർന്ന തലം ഏതാണ്? പ്രശ്നപരിഹാരവുമാണ്. ഓക്കെ, അടുത്തത്. സമർത്ഥരായ സഹപാഠികളുടെയോ മുതിർന്നവരുടെയോ സഹായം പഠിതാവിനെ സ്വയം എത്തിച്ചേരാൻ കഴിയുന്നതിനേക്കാളും ഉയർന്ന വികാസ മേഖലയിൽ എത്തിച്ചേരാൻ സഹായിക്കും എന്ന് സിദ്ധാന്തിച്ച മനഃശാസ്ത്രജ്ഞൻ. പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, തേഡ്സൺ. ആരാണ്? ഈ പറഞ്ഞ സാധനം എന്താണ്? സമർത്ഥരായ സഹപാഠികളോ അല്ലെങ്കിൽ മുതിർന്നവരോ അല്ലെങ്കിൽ അധ്യാപകരോ എന്താണ് ഒരു പഠിതാവിന് ഉയർന്ന തലത്തിലേക്ക്, അതായത് അവന് സ്വന്തമായി എത്തുന്ന തലത്തിനെക്കാട്ടി ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുന്ന സാധനം, അതിൻ്റെ പേര് ആണ് എന്ത്? ZPD. അറിയാം, സ്വന്തമായി എത്തുന്ന തലവും പിന്നെ മറ്റൊരാളുടെ കൈത്താങ്ങ് കൊണ്ട് എത്തുന്ന തലവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത് ZPD. ZPDയുടെ ആളാരാണ്? ZPD ആണ്. ബി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ZPD, സോണോ പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പം ZPDയുടെ ആളാരാണ്? വൈഗോട്സ്കി. ഓക്കെ, അവസാന ചോദ്യം 10ാമത്തെ ചോദ്യമാണ്. RM ഗാഗ്നെയുടെ പഠന ശ്രേണിയിൽ എത്ര ഘട്ടങ്ങളുണ്ട്? 5, 6, 7, 8. RM ഗാഗ്നെയ്ക്ക് 8 ഘട്ടമാണ് ഉള്ളത്. ഓക്കെ, ഉത്തരം ഡി. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. ഇതേപോലുള്ള പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ വൈകാതെ തന്നെ നൽകാമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.